ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ആദ്യമേ തന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്കുള്ള നന്ദി അറിയിക്കട്ടെ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് കൃത്യമായി ഇത്തരം പരിപാടികൾ നടത്തുന്ന ഏക പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്നും അങ്ങനെ സ്ഥിരമായി നടത്തുന്നതായി തോന്നിയിട്ടില്ല. നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഏറ്റവും നാരോസ്റ്റ് പോയിൻറ്റിൻ്റെ എത്ര 32 കിലോമീറ്റേഴ്സാണ്, അല്ലെങ്കിൽ അത് നമുക്കുണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ്, വാറിൻ്റെ യുദ്ധം എവിടെ നടക്കുന്നു, എത്ര മിസൈൽ അയച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ധാരണയുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ ഗ്യാസ് കുറവാണ്, ബുക്ക് ചെയ്താൽ കിട്ടുന്നതിന് പ്രയാസമുണ്ട്, ഹോട്ടലുകൾ പകുതിയോടെ അടഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു ഫോറിൻ പോളിസി ഇഷ്യൂ അല്ല, പശ്ചിമേഷ്യയിൽ നടക്കുന്നതല്ല, നമ്മുടെ വീട്ടിൽ കൂടെ നടക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളിൽ ഞാൻ തൽക്കാലം ഫോക്കസ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞ അതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ, അപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു ഹൗ ഈസ് ദാറ്റ് വർക്കിംഗ് ദ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് ഇൻ വെസ്റ്റ് ഏഷ്യ. എനിക്കത് എൻ്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള ഷൈജുമോനെ എൻ്റെ ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റ്, ഹൗ ഇറ്റ് ഹാസ് അഫക്റ്റഡ് ഇന്ത്യ, ട്രേഡിനെ അതെങ്ങനെ ബാധിക്കുന്നു, അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമെന്നാണ് കരുതുന്നത്. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് വൈ ഈസ് വെസ്റ്റ് ഏഷ്യ എ കോൺഫ്ലിക്റ്റ് സോൺ. രണ്ടാം ലോക മഹായുദ്ധം യൂറോപ്പിൽ അവസാനിച്ചുവെങ്കിലും അത് അവസാനിക്കാത്ത പ്രദേശമാണ് വെസ്റ്റ് ഏഷ്യ, പശ്ചിമേഷ്യ എന്ന് പറയുന്ന ആ പ്രദേശം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്, ആ സമയത്തൊക്കെയാണല്ലോ നമ്മൾ ഈ ഓയിൽ കണ്ടത്. ലോകത്തെ വളരെ ചെറിയൊരു ഭൂപ്രദേശത്ത് ലോകത്തെ ആകമാനം നിയന്ത്രിക്കുവാൻ കഴിയുന്ന സമ്പത്ത് എണ്ണയുടെ രൂപത്തിൽ വളരെ കുറച്ചൊരു പ്രദേശത്ത് വന്നു ചേർന്നു എന്നതാണ് വെസ്റ്റ് ഏഷ്യയെ, ഞാൻ പറയും സാമ്പത്തികമായിട്ടല്ല, മറിച്ച് ഭൗമരാഷ്ട്രീയമായി, ജിയോ പൊളിറ്റിക്കലായി ഏറ്റവും പ്രസക്തമാക്കുന്ന പ്രദേശം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചുവെങ്കിലും ഒരിക്കലും അന്നത്തെ പ്രധാന ശക്തികളായിരുന്ന യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും നമ്മൾ വിചാരിക്കുന്നത് പോലെ ലോകത്ത് ജനാധിപത്യം സ്ഥാപിച്ച് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്ത് എല്ലാവരെയും അവരുടെ യഥേഷ്ടം സമന്മാരായി കണക്കാക്കി ഐക്യരാഷ്ട്രസഭയുടെ അംഗങ്ങളാക്കി നിലനിർത്തിക്കൊണ്ട് ഒരു സമാധാനപൂർണമായ ലോകം സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുവെങ്കിലും അതിൻ്റെ അടിത്തട്ടിൽ, അതിൻ്റെ അണ്ടർലൈനിങ് ഫീച്ചേഴ്സ് അതായിരുന്നില്ല എന്ന് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും അതവരുടെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് പശ്ചിമേഷ്യയിൽ ഇന്ന് സമാധാനം ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും സാമ്പത്തികമായിട്ടുള്ള പ്രാധാന്യമുള്ള പ്രദേശമായി പശ്ചിമേഷ്യ മാറിയപ്പോൾ അവിടെ തുടക്കത്തിൽ ബ്രിട്ടനും ഫ്രാൻസും അതിനുശേഷവും അമേരിക്ക ലക്ഷ്യമിട്ടിരുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരിക്കലും അവിടെയുള്ള അവരെ 40 രാജ്യങ്ങളാക്കി മാറ്റി. രണ്ടാം ലോക മഹായുദ്ധത്തിലും കൊളോണിയലിസത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യം കൊളോണിയലിസത്തോടുകൂടി വന്നുവല്ലോ. അതിനുശേഷവും ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ പ്രധാനമായും ചെയ്ത മൂന്ന് സാമ്രാജ്യങ്ങളെ ഇല്ലാതാക്കി. അതൊന്ന് ടർക്കിഷ് ഓട്ടോമൻ എംപയർ ഇല്ലാതാക്കി, ഒന്ന് മുഗൾ എംപയർ ഛിന്ന ഭിന്നമായി പോയി, മറ്റൊന്ന് ഇറാൻ്റെ ഈ 3 ഇസ്ലാമിക് എംപയേഴ്സ് ഇല്ലാതായത് രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി കൊളോണിയൽ കാലഘട്ടത്തിലുമാണ്. അതിനുശേഷം അവർ തിരിച്ചു വരരുത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനോട് കൂട്ടിയിട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കൊളോണിയലിസത്തിന് അവസാനം കുറിച്ചുവെങ്കിലും ഒരിക്കലും അവർക്ക് മാത്രമല്ല മറ്റു ലോകത്തൊരു ശക്തിക്കും മേധാവിത്വത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ കണക്കൂട്ടുകളുടെ അടിസ്ഥാനത്തിൽ പശ്ചിമേഷ്യയെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് 40 രാജ്യങ്ങളായിട്ട് പശ്ചിമേഷ്യ ഡിവൈഡ് ചെയ്യുകയാണ്. അതിനെ ഏറ്റവും നന്നായി റെസിസ്റ്റ് ചെയ്തത് ഇറാനാണ്. നമുക്ക് ഏവർക്കും അറിയാം, ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി നിലവിൽ വന്നപ്പോൾ അന്ന് ബ്രിട്ടനാണ് അതിൻ്റെ അധിപനായിട്ട് ആ കമ്പനിയുടെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതും അതിൻ്റെ ലാഭം എടുക്കുന്നതും കുറച്ചൊക്കെ ഇറാന് കിട്ടുന്നത്. 1951 ഇറാൻ ഓയിൽ ഇൻഡസ്ട്രി നാഷണലൈസ് ചെയ്യാൻ പോകുമ്പോൾ അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും അമേരിക്ക അത് നേതൃത്വത്തിൽ അട്ടിമറിക്കുകയും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടൊരു ഭരണകൂടം കൊണ്ടുവരികയും ചെയ്യും. അതിൻ്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന എണ്ണ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്.
അങ്ങനെ നിയന്ത്രിക്കണമെങ്കിൽ ഈ രാജ്യങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്. അതായത് ഈ രാജ്യങ്ങൾ ഒരിക്കലും ഒന്നിച്ച് നിൽക്കുവാൻ പാടില്ല. അതിൻ്റെ മറ്റൊന്നായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കലും ഒന്നിച്ച് നിൽക്കുവാൻ പാടില്ല. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ശക്തിയാണ്. അതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നതിൽ അവർക്കൊരു വലിയ പങ്കുണ്ട്. പശ്ചിമേഷ്യയെ ഡിവൈഡ് നിലനിർത്തുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ലോകത്ത് ആധിപത്യം അമേരിക്കയ്ക്ക് നിലനിർത്തണമെങ്കിൽ, പാശ്ചാത്യ ശക്തികൾക്ക് മൊത്തത്തിൽ നിലനിർത്തണമെങ്കിൽ അവർക്ക് വേണ്ടുന്നത് ലോകത്തെല്ലാ പ്രദേശങ്ങളും ഏതെങ്കിലുമൊക്കെ സംഘർഷത്തിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ ആ മേധാവിത്വം നിലനിർത്താൻ കഴിയുള്ളൂ. ഈ കാര്യത്തിൽ പാശ്ചാത്യ ശക്തികൾ തുടക്കത്തിലും ഇപ്പോഴും ഈ ട്രംപിൻ്റെയൊക്കെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ തന്നെയും, കഴിഞ്ഞ ദിവസം ഡീഗോ ഗാർഷ്യയിൽ ഇറാൻ്റെ മിസൈൽ ചെന്നു എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടൻ അതിൻ്റെ എല്ലാ വ്യോമത്താവളങ്ങളും അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തത് നമുക്ക് വായിച്ച് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ലോകത്ത് ഇത് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അവർ പശ്ചിമേഷ്യയിൽ 3-4 മാസ്റ്റർ റൈവൽറീസ് ക്രിയേറ്റ് ചെയ്തു. പശ്ചിമേഷ്യയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ വൈര്യം എന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ളൊരു വൈര്യമാണ്. ആ വൈര്യം 48-ൽ ഇസ്രായേൽ സൃഷ്ടിക്കപ്പെടുന്നതോട് തുടങ്ങിയെങ്കിലും ഇന്നും അത് അഭംഗുരം തുടരുകയാണ്. ഇവർ തമ്മിൽ തല്ലിത്തല്ലുന്നിടത്തോളം കാലം അമേരിക്കയുടെ സാന്നിധ്യമില്ലാതെ, പാശ്ചാത്യ ശക്തികളുടെ സാന്നിധ്യമില്ലാതെ, സൈനിക സാന്നിധ്യമില്ലാതെ ഒരിക്കലും ഇസ്രായേലിനോ അറബ് രാജ്യങ്ങൾക്കോ നിലനിൽക്കാൻ കഴിയില്ല. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നുവെങ്കിലും അമേരിക്കയുടെ സമ്മതമില്ലാതെയും സൈനിക സാമ്പത്തിക ശേഷിയില്ലാതെ അവർക്കതിന് കഴിയില്ല. ഈ പറയുന്ന ഇസ്രായേലും അറബ് രാജ്യങ്ങളും വലിയ ശത്രുക്കളാണെങ്കിലും എല്ലാ അറബ് രാജ്യങ്ങളുടെയും മിക്കവാറുമുള്ള എല്ലാ പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളും, പ്രത്യേകിച്ചും ഈ 6 ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ മെമ്പേഴ്സിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും സൈനിക സന്നാഹങ്ങളും ഉണ്ട്. അവർ അമേരിക്കയുടെ സംരക്ഷണയിലാണ് നിൽക്കുന്നത്. അമേരിക്ക ഓഫർ ചെയ്തിരിക്കുന്നത് വി ഗ്യാരണ്ടി യുവർ സെക്യൂരിറ്റി എന്നാണ്. അപ്പോൾ അതത്ര വിചിത്രമായൊരു സംഭവമാണ്. രണ്ടുപേരും ശത്രുക്കളാണ്, രണ്ടുപേരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് അമേരിക്കയാണ്. അതൊരു വൈര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വൈര്യമാണ് ഷിയ സുന്നി റൈവൽറി. ഷിയ സുന്നി റൈവൽറിയുടെ പേരിൽ ഇറാനും മറ്ററബ് രാജ്യങ്ങളും, അതിൽ ഇറാൻ്റെ നിഴൽ സംഘങ്ങളുണ്ട്. ഹുദികൾ ഒമാനിലാണെങ്കിലും ഹെസ്ബുള്ളയാണെങ്കിലും ജോർഡാനിലാണെങ്കിലും, ഇപ്പോൾ സിറിയയിൽ നിന്ന് അവസാന പ്രശ്നനായിട്ടുള്ള ബഷീറിൻ്റെ പ്രവർത്തനമൊക്കെ ആണെങ്കിലും ഷിയ നിഴൽ സംഘങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റൈവൽറി, അതുകൊണ്ട് ഇവരൊന്നിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇറാൻ അറബ് രാജ്യങ്ങൾ ഒന്നിക്കാൻ സാധ്യത കുറവാണ്. ഷിയ സുന്നി റൈവൽറിയുടെ ഭാഗമായിട്ട് അതിനിവർ ചെയ്തത്, പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്തത്, ഇവരൊരിക്കലും സ്വതന്ത്രമായിട്ട് സെൽഫ് റിലയൻ്റ് ആകുവാൻ പാടില്ല. സ്വതന്ത്രമായി അവർ ടെക്നോളജി വികസിപ്പിക്കുകയോ സാമ്പത്തികമായി സ്വതന്ത്രമായി നിൽക്കുവാനോ അവർക്ക് ശേഷി ഉണ്ടാകരുത്. അതുകൊണ്ട് അവർ ഒന്നാകുവാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും അമേരിക്ക ഏതെങ്കിലും ഘട്ടത്തിൽ തടയുമായിരുന്നു. ഇത് അമേരിക്കയുടെ താല്പര്യമാണ്. ഈ ഒരു താല്പര്യം അവിടെ ശരിക്കും നടന്നാൽ മാത്രമേ അമേരിക്കയ്ക്ക് ലോക രാഷ്ട്രീയത്തിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ മേധാവിത്വത്തിൽ, ഓയിലിനെ കൺട്രോൾ ചെയ്യുന്നതിൽ നൽകിയ സംഭാവന ഈ ഡിവിഷനിലൂടെ ആയിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതേ താല്പര്യം, ഈ ഓവർലാപ്പിംഗ് ഇൻട്രസ്റ്റ് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഒരു ഗ്രേറ്റർ ഇസ്രായേലാണ്. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന ജോർഡാൻ, പലസ്തീൻ, സിറിയയുടെ ചില ഭാഗങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ്. അത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനവർക്ക് 1996-ൽ നെതന്യാഹു തന്നെയാണ് പദ്ധതി കൊണ്ടുവന്നത്. ഗ്രേറ്റ് ബ്രേക്ക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതിലൊരു കാരണവശാലും ആരെങ്കിലും പലസ്തീൻ എന്ന് പറയുന്നൊരു രാഷ്ട്രം സ്ഥാപിക്കുവാൻ ശ്രമിച്ചാൽ ആ ഭരണകൂടത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നയമാണ്. ആ നയത്തിൻ്റെ ഭാഗമായി ഇസ്രായേൽ അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ വെല്ലുവിളിച്ചിട്ടുള്ള ഇറാനെ എല്ലാ ഘട്ടങ്ങളിലും യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ താല്പര്യവുമായി ചേർന്ന് പോകുന്നതാണ്. അവിടെ ഒരു അറബ് രാജ്യവും സ്വതന്ത്രമായ ശേഷിയുള്ള ഒരു സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ സ്ഥിരതയുള്ള രാജ്യമാകുവാൻ പാടില്ല. കാരണം ഇത് അമേരിക്കയ്ക്കും താല്പര്യമില്ല, ഇസ്രായേലിനും താല്പര്യമില്ല. അപ്പോൾ അതവരുടെ ഒരു കോമൺ ഇൻട്രസ്റ്റാണ്. അതിനെയാണ് ഞാൻ പറഞ്ഞത് ക്ലീൻ ബ്രേക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് അവർ, അതൊക്കെ നമുക്ക് ലിറ്ററേച്ചർ അതിനൊക്കെ അവൈലബിളാണ്. ഈ പൊതു താല്പര്യമാണ് ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ. അതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങളും കോണ്ടക്സ്റ്റുമായി ബന്ധപ്പെട്ട് മാറി വരാം. അമേരിക്കയെയും ഇസ്രായേലിനെയും ഒന്നിച്ച് പോരാടാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഇതിനെ വെല്ലുവിളിച്ചതാണ് ഇറാൻ ഓയിൽ ഇൻഡസ്ട്രി നാഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ആ നാഷണലൈസേഷനെ അമേരിക്ക എതിർത്തുകൊണ്ട്
1950 ആ കാലഘട്ടം 80കളിൽ അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ഭരണകൂടം വരികയും അതിനെതിരെ പോരാടി ഇറാനിൽ 79-ൽ ഇസ്ലാമിക് റെവല്യൂഷൻ സംഭവിക്കുന്നത്. ഈ ഇസ്ലാമിക് റെവല്യൂഷൻ സംഭവിച്ചപ്പോഴോടുകൂടി അവരുടെ ഒരു പ്രഖ്യാപിത നയം അമേരിക്കയ്ക്കും ഇസ്രായേലിനെതിരെ പോരാടണമെങ്കിൽ നമ്മൾ തീർത്തും വെറും സൈനികമായിട്ടുള്ള ഒരു ജനാധിപത്യ ദേശീയ സംവിധാനത്തിലൂടെ അത് സാധ്യമല്ല, അതിനൊരു റിലീജിയസ് എത്നിക് ഐഡിയോളജിയുടെ പിൻബലം വേണം. അങ്ങനെയാണ് ഇറാനിൽ നമ്മൾ കാണുന്ന ഇന്നത്തെ ഒരു ഖൊമേനി റഷീം നിലവിൽ വരുന്നത്. ആ ഖൊമേനി റഷീമിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ കൃത്യമായിട്ടും ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് സെൽഫ് റിലയൻ്റായിട്ട് സൈനിക ശേഷി വേണം, ഞങ്ങളുടെ ഓയിൽ ഇൻഡസ്ട്രിയെ ഞങ്ങൾ മാനേജ് ചെയ്യും എന്നത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അത്തരം നയങ്ങൾ പിന്തുടരുന്നതോടൊപ്പം തന്നെ അവരുടെ ജനതയെ കൂട്ടി നിർത്തുവാൻ വേണ്ടിയിട്ട് ഒരു റാഡിക്കൽ റിലീജിയസ് ഐഡിയോളജിയുടെ പിൻബലത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ആ പിൻബലത്തിൽ ജനതയെ ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരെ പ്രധാന ശത്രുക്കളായിട്ട് കാണുന്നുണ്ട്, വലിയ ചെകുത്താനും ചെറിയ ചെകുത്താനും. അപ്പോൾ ഈ രണ്ടുപേരുമാണ് അമേരിക്കയും ഇസ്രായേലും. ഇങ്ങനെ ഇസ്രായേലും ഇറാനും അമേരിക്കയും രണ്ട് ചേരിയിൽ നിൽക്കുമ്പോൾ അതിൽ അമേരിക്കയുടെ ഒരു വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണ്. ഇറാനും ഇസ്രായേലും എല്ലാ കാലങ്ങളിലും പോരാടും. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടുള്ള ഗ്രേറ്റർ ഇസ്രായേലിന് ഏറ്റവും വലിയ വിലങ്ങുതടിയാണ് ഇറാൻ്റെ ഈ പദ്ധതി. അവർ നിഴൽ സംഘങ്ങളിലൂടെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ഷിയാകളെ ഒന്നിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് 1979-ൽ ഇസ്ലാമിക് റവല്യൂഷൻ വന്നതിന് ശേഷം 80-ൽ ഇറാഖും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത്. ഇറാഖ് യുദ്ധത്തിൽ അത് നടക്കുന്നത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി, കുറേയല്ല ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി, സൗദി അറേബ്യയുടെ പണത്തോടുകൂടി ആണ് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത്. പക്ഷേ 8 വർഷം നീണ്ട യുദ്ധത്തിൽ ഇറാനല്ല പരാജയപ്പെടുന്നത്, മറിച്ച് ഇറാഖാണ് പരാജയപ്പെടുന്നത്. അപ്പോഴാണ് ഇറാഖിന് മനസ്സിലായത് ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായത്. അപ്പോൾ ഇറാഖിൻ്റെ ലക്ഷ്യം എല്ലായ്പ്പോഴും അവിടെ മേധാവിത്വമായിരുന്നു. ഇറാൻ്റെ ലക്ഷ്യം അതാണ്. ഇറാന് ആശയപരമായിട്ട് വേറെ പ്രത്യേകത കൂടിയുണ്ട്. അവരാണ് അറബ് ലോകത്തെ ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ടുള്ള കൺട്രി. പേർഷ്യൻസ്, സൗദി അറേബ്യയും മറ്റുമൊക്കെ അവർ വിളിക്കുന്നത് കാട്ടറബികളെന്നാണ്. അവർക്ക് സംസ്കാരമില്ല, വിവരമില്ല, വിദ്യാഭ്യാസമില്ല. അതായത് വി ആർ ദ ഹാർട്ട് ഓഫ് അറേബ്യ ആൻഡ് വി ആർ ദ ഹാർട്ട് ഓഫ് ഇസ്ലാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലീഡർഷിപ്പ് റോളിന് വേണ്ടിയിട്ട് ഇറാൻ ശ്രമിക്കുകയും, അതിന് വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പം അമേരിക്കയുടെ അലയൻസാണ് ഈ രാജ്യങ്ങളെല്ലാം, സൗദി അറേബ്യയും മറ്റുമൊക്കെ ഇറാൻ ഒഴിച്ച്. പക്ഷേ അവിടുത്തെ ജനത ഒരിക്കലും അമേരിക്കയോട് താല്പര്യം പുലർത്തുന്നവരല്ല. അവർ ആൻറ്റി വെസ്റ്റേൺ, ആൻറ്റി അമേരിക്കൻ ഫീലിംഗ്, ആൻറ്റി ഇസ്രായേൽ ഫീലിംഗ് വളരെയധികമുള്ള രാജ്യങ്ങളാണ് ഇവരെല്ലാം. അപ്പം ഇറാനിൽ വന്ന ഷിയ വിപ്ലവം എങ്ങനെയാണ് ഈ അറബ് മൊണാർക്കീസ്, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ ഇതുപോലെയുള്ള 6 രാജ്യങ്ങൾക്ക് മാത്രമേ അവിടെ സമ്പന്നതയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പാവപ്പെട്ടവരങ്ങളാണ്. 40 രാജ്യങ്ങൾ വരുന്നത് ബാക്കിയെല്ലാം ലിബിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇറാൻ ശത്രുവായി എന്ന് ചോദിച്ചാൽ, അറബ് മൊണാർക്കിയുടെ ലക്ഷ്യം ഒരിക്കലും നിലവിലിരിക്കുന്ന ബാലൻസ് ഓഫ് പവറിൽ മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഷിയ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇസ്ലാമിക് റവല്യൂഷൻ അറബ് രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പുറത്താകുന്ന മൊണാർക്കികളാണ്. അതുകൊണ്ടാണ് അറബ് സ്പ്രിംഗ് വലിയ രീതിയിൽ തുടങ്ങിയെങ്കിലും സൗദി അറേബ്യയോ ബഹ്റൈനെയോ കുവൈറ്റിനെയോ അത് UAE ഒക്കെ അത് ബാധിക്കുമെന്ന് തോന്നിക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെ ഇടപെട്ട് ആ അറബ് സ്പ്രിംഗ് മുല്ലപ്പൂ വിപ്ലവം അവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യത്തെ അയച്ചു കൊടുത്തുകൊണ്ട് അതിനെ അടിച്ചമർത്തിയത്. കാരണം ഷിയ എന്ന് പറയുന്നത്, വിപ്ലവം എന്ന് പറയുന്നത് അൺഇസ്ലാമിക് ആണ് എന്ന് പറയുന്നത് അറബ് മൊണാർക്കീസാണ്. ആ ഷിയ വിപ്ലവത്തെ ഒരു ഇസ്ലാമിക രൂപത്തിൽ ഒരു സുന്നി വിപ്ലവമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ, സൗദി അറേബ്യയിലും മറ്റു രാജ്യങ്ങളിലും വന്നു കഴിഞ്ഞാൽ അതൊരു ആൻറ്റി അമേരിക്കൻ, ആൻറ്റി ഇസ്രായേൽ മൂവ്മെൻ്റ് ആയിരിക്കും. അതാദ്യം പുറത്താക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യയിലെ സൽമാൻ രാജാവിനെയും UAE-യിലെ രാജാക്കന്മാരെയും ബഹ്റൈൻ, കുവൈറ്റ് ഇവരെയൊക്കെ ആയിരിക്കും പുറത്താക്കുന്നത്. അപ്പോൾ ആ ഷിയ സുന്നി റൈവലറിയെ കത്തിച്ചു നിർത്തിയിരിക്കുന്നതിൻ്റെ താല്പര്യവും ഒരിക്കലും വെസ്റ്റ് ഏഷ്യയിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയം, ആ നിലവിൽ നിൽക്കുന്ന ബാലൻസ് ഓഫ് പവർ മാറാൻ പാടില്ല എന്നുള്ള താല്പര്യം കൃത്യമായിട്ട് അവർക്ക് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളെ, ഇറാൻ ഒഴിച്ച് ബാക്കിയുള്ളവരെയെല്ലാം നമ്മൾ സ്റ്റേറ്റസ് കോയിസ്റ്റാണ്. അവർക്ക് നിലവിലുള്ള സംവിധാനത്തിൽ ഹാപ്പിയാണ്. മൊണാർക്കി എക്സ്ട്രീംലി റിച്ചാണ്, വളരെ അഫ്ലുവൻ്റാണ്. ഈ 6 രാജ്യങ്ങളിൽ ഒഴിച്ചുള്ള മറ്റു രാജ്യങ്ങളിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ, ഈ 6 രാജ്യങ്ങളിൽ ചെറിയൊരു ശതമാനം ആൾക്കാർ പാവപ്പെട്ടവരാണ്.
ഇതിൻ്റെ വെൽത്ത് ഈ 6 രാജ്യങ്ങൾക്കപ്പുറത്ത് മറ്റൊന്നിടത്തൊന്നും കാര്യമായിട്ട് എത്തിയിട്ടില്ല. ഈ ഓയിൽ റിച്ച് എന്ന് പറയുന്നത് GCCയിലെ 6 മെമ്പേഴ്സാണ്. അപ്പോൾ ഈ ഷിയ സുന്നി റൈവലറി നിലനിൽക്കേണ്ടത് അറബ് മൊണാർക്കിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ നിലവിലുള്ള സംവിധാനത്തിൽ ഒരു മാറ്റവും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ മേധാവിത്വം അവിടെ നിലനിന്നാലും ഞങ്ങളുടെ ഓയിൽ ഇൻഡസ്ട്രിയും കാര്യങ്ങളും നിൽക്കുക, ആ സമ്പത്ത് ഞങ്ങളുടെ കയ്യിലൂടെ മാത്രം പോവുകയും ചെയ്യുമ്പോൾ അമേരിക്കയുടെ മിലിറ്ററി വന്നാലും അവിടെ സൈനിക താവളം ഉണ്ടെങ്കിലും ഞങ്ങൾക്കത് പ്രശ്നമില്ല. അപ്പോൾ അമേരിക്ക പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ സെക്യൂരിറ്റി തരും. അപ്പോൾ ഇതിലെല്ലാം സങ്കീർണമായി നിന്നത് ഈ റൈവൽറീസാണ്. ഈ റൈവൽറീസ് നിലനിൽക്കുന്നിടത്തോളം കാലം അവിടെ ഒരു പ്രശ്നവും അമേരിക്കയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചോ ഇല്ലായിരുന്നു. ഇതിങ്ങനെ നിലനിൽക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇറാനാണ് അവിടെ സ്വതന്ത്രമായി നിലനിന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ ഭീഷണി ഉയർത്തുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന വാദങ്ങൾ കുറച്ച് റാഡിക്കലാണ് എന്നതും വസ്തുതയാണ്. അവിടെ റിവിഷനിസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ 2ആണ് പ്രധാനമായിട്ട്. ഒന്ന് ഇസ്രായേൽ ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുമ്പോൾ പല അറബ് രാജ്യങ്ങളും ഇല്ലാതെ ഇറാൻ അറേബ്യയുടെ സെൻറ്ററായി മാറുമ്പോൾ പല രാജ്യങ്ങളുടെ അതിർത്തികൾ മാറ്റി വരയ്ക്കപ്പെടും. അതിന് അവർ നടത്തിയൊരു ശ്രമമാണ് കുറേ കാലം കൊണ്ട് ഇങ്ങനെ അടിമത്തത്തിൽ കിടന്നതിന് ശേഷം, അല്ലെങ്കിൽ അവർക്ക് ഇറാൻ എല്ലാ കാലങ്ങളിലും തിരിച്ചടികളാണ് നേരിട്ടത്. ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ട് 21-ൽ ഒരു ആക്രമണം നടത്തുന്നത്. അപ്പം ആ സമയത്ത് നിഴൽ സംഘങ്ങൾ, ഹുതികളാണെങ്കിലും ഹെസ്ബുള്ളയാണെങ്കിലും ഹമാസ് ആണെങ്കിലും സിറിയയിലെ ഭരണകൂടമാണെങ്കിലും ഇറാൻ അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. അപ്പം അതിലൂടെ ഇസ്രായേലിന് നല്ലൊരു തിരിച്ചടി കൊടുക്കാവുന്നിടത്തുനിന്നാണ്. അതെന്തിനാണ് ചെയ്തത്? പലസ്തീൻ സ്റ്റേറ്റും മറ്റ് അറബ് രാജ്യങ്ങളുടെ അതിർത്തികൾ മാറ്റി വരയ്ക്കുക എന്നുള്ള ഇറാൻ്റെ ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തെ ഏറ്റവും എതിർക്കുന്നത് ഇസ്രായേലാണ്. കാരണം ഒരു പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ അവർ അംഗീകരിക്കുന്നില്ല. ക്ലീൻ ബ്രേക്ക് തിയറി പ്രകാരം ആരെങ്കിലും പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കാനോ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയോ ചെയ്താൽ അവരെ ആ ഭരണകൂടത്തെ എടുത്തു കളയും. അങ്ങനെ ഒരു അങ്ങനെ പലസ്തീൻ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് നിഴൽ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് ശ്രമിച്ച രാജ്യമാണ് ഇറാൻ. അതിനുവേണ്ടിയിട്ടാണ് അവർക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആണവായുധങ്ങളും ദീർഘദൂര മിസൈൽസും മറ്റുമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭരണകൂടം അതിന് ആവശ്യമാണ്. അത് ഏറ്റവും നല്ലതൊരു ഇസ്ലാമിക് ക്ലർജി ഭരണകൂടമാണ്. കാരണം അതിൻ്റെ ഒരു ലെജിറ്റിമസി എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം ഒരു ഇസ്ലാമിക് രാജ്യത്തുണ്ട്. അപ്പോൾ അവരങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രം അവിടെ ഉണ്ടെങ്കിൽ ഇതിന് മാത്രമേ ഇവരെ നേരിടാൻ കഴിയൂ എന്നുള്ള വാദം മുന്നോട്ട് വെച്ചിട്ടാണ് അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണേണ്ടത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അവിടെ നിലനിൽക്കുന്നു. അത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട്. പക്ഷേ ഈ ഹമാസിനെ ഉപയോഗിച്ച് നടത്തിയ അക്രമത്തിലാണ് ഇറാൻ വലിയൊരു പാളിച്ച നടക്കുന്നത്. അതിലെ തിരിച്ചടികൾ നമ്മൾ കണ്ടതാണ്. നിഴൽ സംഘങ്ങളൊക്കെ ഏകദേശം നിശബ്ദമാണ്. ഈ യുദ്ധത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹുതികൾ ഇതുവരെ രംഗത്തിറങ്ങിയിട്ടില്ല. അവരുടെയും ചില്ലറ മിസൈലുകളും മറ്റേ കടലെടുക്ക് തടയാനുള്ള സംവിധാനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. പെർഷ്യൻ ഗൾഫിലൂടെയുള്ള എണ്ണ വ്യാപാരത്തിന് ഇതുവരെ തടസ്സം നേരിട്ടിട്ടില്ല. ഹുതികൾ ഇതുവരെ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുമില്ല. ഇറാൻ്റെ നിഴൽ സംഘമാണ് ഹുതികൾ എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയ്ക്കും ലെബനോനിൽ നല്ല യുദ്ധം നടക്കുകയാണ്. നമ്മളത് മറ്റ് യുദ്ധങ്ങൾ കാരണം അവിടെ കൂടുതൽ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുന്നവരത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ ആഗോള രാഷ്ട്രീയത്തിൽ, വേൾഡ് ഓർഡറിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു, ആഗോള രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റത്തേക്ക് കൂടെ ചേർത്ത് വായിക്കണം. ഈ റൈവൽറികൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വൻശക്തി 2021 ശ്രമം നടത്തി. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ചൈന കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങളിങ്ങനെ തല്ലിപ്പിരിഞ്ഞ് ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ കൂട്ടുപിടി ജീവിക്കേണ്ടവരാണ് പറഞ്ഞു. ഇത് അമേരിക്കയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ല. കാരണം അവിടെ ഏതെങ്കിലും രീതിയിൽ ഇറാനും സൗദി അറേബ്യയും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിൽ ഒന്നിച്ചാൽ നമ്മളിന്ന് പറയുന്ന അമേരിക്കയുടെ ഗ്ലോബൽ മേധാവിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പില്ലറായിട്ടുള്ള വെസ്റ്റ് ഏഷ്യയിലെ അമേരിക്കയുടെ സ്വാധീനം ഇല്ലാതാകും. ഓയിലിനെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇറാനും ചൈനയും തമ്മിൽ യുവാനിലാണ് നല്ലൊരു ശതമാനം ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ട്രംപിൻ്റെ വികൃതികൾ, നമ്മൾ അൺപ്രഡിക്റ്റബിളുള്ള വികൃതികളും ഇതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതെല്ലാം ജിയോ പൊളിറ്റിക്കലി നോക്കിയിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നടപടികളൊക്കെ എങ്ങനെ വിശദീകരിക്കാൻ നമുക്ക് ആർക്കും പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്ക് പോലും പറ്റുന്നില്ല. ചിലപ്പോൾ അങ്ങേർക്ക് പോലും പറ്റാറില്ല. അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല. പക്ഷേ അമേരിക്കയുടെ അടിസ്ഥാനപരമായിട്ട് നിലപാടല്ല ഇപ്പോഴും ലോകമേധാവിത്വം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ അമേരിക്കയുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ സോഴ്സ് എന്ന് പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഒരു അധികാരത്തിൻ്റെ ഷോയാണ്, ഞങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും നേടാനൊന്നുമില്ല, ഇത് ഞങ്ങളാണ് പവർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ വെനസ്വേലയിൽ നിന്നാണ് ഏകദേശം ചൈനയുടെ 4% ഓയിൽ വരുന്നത്. ഇവിടുന്ന് ഏകദേശം 8-10 ചൈനയ്ക്കുള്ള ഓയിൽ. അപ്പോൾ ചൈനയുടെ എനർജി സോഴ്സുകൾ ഇല്ലാതാക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയ ലക്ഷ്യം ഈ നിലപാടിലുണ്ട്, അമേരിക്കയുടെ നിലപാടിലുണ്ട്. അപ്പം ചൈന മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഓർഡറാണ് റീജിയണലി വെസ്റ്റ് ഏഷ്യയിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട്
ചൈന മുന്നോട്ട് വയ്ക്കുന്ന അവർ തമ്മിലുള്ള സമാധാനം ഇല്ലാതാകണം. അത് ഇതിൻ്റെ കൂടെയുള്ളൊരു ലക്ഷ്യമാണ്. അപ്പം എന്ത് ഒരു ലോകക്രമമാണോ ഈ പ്രധാന റീജിയണിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം വന്നത്, അതിൻ്റെ പിൻബലത്തിൽ ആഗോളതലത്തിൽ എന്ത് വേൾഡ് ഓർഡറാണോ ഉണ്ടായിരുന്നത് അതിനു നേരിടുന്ന, ഇപ്പോൾ നമ്മൾ ഇതിനെ ഒരു ചെസ് ബോർഡായിട്ട് കണ്ടാൽ അതിനൊരു റീജിയണൽ ചെസ് ബോർഡുണ്ട്, ഒരു ഗ്ലോബൽ ചെസ് ബോർഡുണ്ട്. ഈ റീജിയണൽ ചെസ് ബോർഡിൽ അറബ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ, അറബ് മൊണാർക്ക് നിൽക്കണം, ഇറാൻ്റെ താല്പര്യം അവർക്ക് അമേരിക്കനെ ഇസ്രായേലിനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലപാടെടുക്കണം. ഇസ്രായേലിൻ്റെ ഒരു റീജിയണൽ താല്പര്യമുണ്ട്, തങ്ങളൊരു ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കണം. അമേരിക്കയുടെ താല്പര്യമുണ്ട്, ഇവരെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകം ഭരിക്കണം. ഇതാണ് ഇപ്പം ഇത് സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഇതിനെ കണ്ടാൽ മാത്രമേ നമുക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാനം, ഞാൻ ഇതിനെ കാണുന്നതുകൊണ്ടാണ് അതിനെ അങ്ങനെ അവതരിപ്പിച്ചത്. അപ്പോൾ അതേസമയം അറബ് രാജ്യങ്ങൾക്ക് അറിയാം ഇങ്ങനെ നിന്നാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് സൽമാൻ രാജാവ് സൗദി അറേബ്യയിലെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദി ഇക്കോണമി, മോഡേണൈസേഷൻ ഓഫ് ദി സോഷ്യൽ ലൈഫ് ഇൻ ടേംസ് ഓഫ് ഫ്രീഡം ഫോർ വിമൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അവർക്കും ഓയിൽ മാത്രമല്ല ഒരു ഡൈവേഴ്സിഫൈഡ്, ഇപ്പോൾ ദുബായിയെ പോലെ ഒരു അപ്പാർട്ട് ഫ്രം ഓയിൽ അല്ലാത്തൊരു സാമ്പത്തിക സിറ്റുവേഷനിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹവും അവർക്കും. അപ്പോൾ ഇത് ആഗോള രാഷ്ട്രീയത്തിലെ പവർ സ്ട്രഗിൾ, സർ സൂചിപ്പിച്ചല്ലോ, പവർ സ്ട്രഗിളും വേൾഡ് ഓർഡറുമായി ഒരു തലത്തിൽ ഒരു ചെസ് ബോർഡിൽ അതൊരു നടത്തുന്നത്. അതിൽ ചൈന ഒരു വലിയ ഫാക്ടറാണ്. ചൈന ഉയർത്തുന്ന ചലഞ്ച്, ചൈന നിശബ്ദമായിരിക്കുന്നുവെങ്കിലും ഇതിൽ നല്ലൊരു ശതമാനം നടപടികളും ചൈനയ്ക്കെതിരെയാണ് അമേരിക്ക എടുത്തിട്ടുള്ളത്. കാരണം ഈ ഓയിൽ അവിടെ ഡിസ്റപ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഒരു 10-12% എണ്ണ ചൈനയ്ക്ക് കിട്ടാതിരുന്നാൽ ചൈനയുടെ ഗ്രോത്ത് വലിയ രീതിയിൽ പുറകോട്ട് പോകും, അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ കഴിയും, പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഈ റീജിയണൽ സിറ്റുവേഷനിൽ അറബ് മൊണാർക്കി സ്വതന്ത്രമായ നിലപാടുകളെടുത്ത് സൗദി അറേബ്യയുടെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇക്കോണമിയെ അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല. കാരണം അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അവർ സ്വതന്ത്രമായി നിന്ന് കഴിഞ്ഞാൽ അമേരിക്ക ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയോ ഒരു ഈ പറഞ്ഞ വൈര്യങ്ങളുണ്ടല്ലോ, ഷിയ സുന്നി, ഇസ്രായേൽ, അറബ്, അവരുടെ സെൽഫ് റിലയൻസ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക വിചാരിക്കുന്ന രീതിയിൽ അവിടെ കാര്യങ്ങൾ നടക്കത്തില്ല. ഇതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് കാര്യം ഡിക്ലൈൻ ഓഫ് ദി അമേരിക്കൻ ഡൊമിനൻസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അമേരിക്കയ്ക്ക് അവിടെ ഇതൊക്കെ പറയുമ്പോഴും മിസൈലുകളെ തടയാൻ കഴിയുന്നില്ല. അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ അലൈസ് പോലും കേൾക്കുന്നില്ല. സൗത്ത് കൊറിയ കേൾക്കുന്നില്ല, ജപ്പാൻ കേൾക്കുന്നില്ല, ഓസ്ട്രേലിയ കേൾക്കുന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങളതൊന്നും തുറന്നു തരാൻ പോകുന്നില്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു ഫാളോ ഔട്ട് എന്ന് പറയുന്നത്, അപ്പോൾ ഇക്കണോമിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, അത് ഷെജുവൻ സാർ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം അതിനെക്കുറിച്ച് പറയും. അപ്പോൾ ഇന്ത്യ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി. നമ്മൾ ഈ വിഷയത്തിൽ ഒരു പരിധിവരെ ചില നിലപാടുകൾ എടുത്തുവെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ബേസ് ചെയ്താണ് പറഞ്ഞത്. ഞാനൊരു റിയലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. ഇന്ത്യ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേരിട്ടുള്ളൊരു വിക്ടിമല്ല. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞല്ലോ 80% യെസ്, എത്ര സമയമുണ്ട്, കഴിഞ്ഞു. ഓക്കെ, നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു ക്വയറ്റ് ഡിപ്ലോമസി, നമ്മളൊരു ശക്തമായ നിലപാടെടുക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമിയൊക്കെ തന്നെയാണ് പാലിക്കുന്നതെങ്കിലും നമുക്കതിനുള്ള ഒരു ഇക്കണോമിക് സ്ട്രെങ്ത് ഇപ്പോഴും ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ ഇക്കോണമി ഈസ് അറൗണ്ട് 1/8 ഓഫ് ദ US ഇക്കോണമി. അതിൻ്റെ പരിമിതികൾ നമുക്കുണ്ട്. പക്ഷേ ഒരു പാരമ്പര്യമുള്ള രാജ്യം എന്നുള്ള രീതിയിൽ ഒന്നുമില്ലാതിരുന്നപ്പോഴും നമ്മൾ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടല്ലോ ട്രേഡ് ടാരിഫിലൊക്കെ നമുക്ക് വന്നിട്ട് ചില ബുദ്ധിമുട്ടുകൾ. നമ്മളിപ്പോൾ പ്ലേ ചെയ്യുന്ന ക്വയറ്റ് ഡിപ്ലോമസിയിൽ അതിൽ നമ്മുടെ പരിമിതികളുമുണ്ട്. അതേസമയം നമുക്ക് സ്വതന്ത്രമായിട്ടുള്ളൊരു വിദേശ നയത്തിനുള്ള ആഗ്രഹവും അതിൽ നല്ലപോലെ നിഴലിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് അതിനപ്പുറത്ത് പോയി ചെയ്യാനുള്ള എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ശേഷിയുടെ കുറവുണ്ട്. അതൊരു രാജ്യത്തിൻ്റെ ഇത്ര നാളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യം കുറച്ചും കൂടെ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിശക്തമായിട്ടുള്ള നിലപാട് നമുക്ക് ഈ കാര്യത്തിൽ എടുക്കുവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പവർ പൊളിറ്റിക്സിൻ്റെയും പവർ സ്ട്രഗിളിൻ്റെയും ഒരു തത്വനിഷ്ഠയില്ലാതെ രാഷ്ട്രീയത്തിൻ്റെയും കൂടെ വേദിയാണ്. അവിടെ നമ്മുടേതായിട്ടുള്ള അഹിംസയും കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നും രാജ്യങ്ങൾ കൊടുക്കാറില്ല. അപ്പം നമ്മൾ ഏറ്റവും കൂടുതലും കഷ്ടപ്പെടുന്ന രാജ്യമാണ് ഈ യുദ്ധത്തിൽ ഇന്ത്യ എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് തിരുവനന്തപുരത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് ആവുന്നില്ല. അപ്പോൾ ഇതൊക്കെ, പക്ഷേ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടാണ് നമുക്ക് ഈ ഘട്ടത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിലപാട്. കാരണം നമുക്ക് ഇറാനെ ആവശ്യമുണ്ട്, ഗൾഫ് രാജ്യങ്ങളെ നമുക്ക് ആവശ്യമുണ്ട്, നമ്മുടെ 10 മില്യൺ ഡയസ്പോറ അവിടെ ഉണ്ട്.
നമ്മുടെ മാരിടൈം സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വയറ്റ് ഡിപ്ലോമസി. അങ്ങനെയാണ് 2 കപ്പൽ നമുക്ക് വിട്ടുകിട്ടുന്നത്. നമ്മൾ ഇവിടെ ഒരു കപ്പലിന് തങ്ങാൻ അവസരം കൊടുത്തു. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന 140ഓളം ഇറാനിയൻസിനെ നമ്മൾ ടെഹ്റാനിൽ ഫ്ലൈ ചെയ്ത് പോകാൻ അനുവദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഇറാനോടൊപ്പം നിൽക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയ്ക്ക് നോ പറയുന്നുമില്ല. ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിൽ ഇതിൽ വന്ന് ഇറാനെ വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ GCC മെമ്പേഴ്സിനെ പിന്തുണച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി, ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി. ഇറാനോട് ചില കാര്യങ്ങളിൽ നമ്മൾ യോജിക്കുന്നു. കാരണം ഇറാനില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അറബ് രാജ്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്രായേൽ ഇമ്പോർട്ടൻ്റ് അല്ലേ? വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്ക ഇമ്പോർട്ടൻ്റ് ആണ്, വെരി മച്ച്. റഷ്യ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരെല്ലാം നിങ്ങൾക്കിപ്പം നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരെയും ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് നിർത്തണമെങ്കിൽ ആർക്കെതിരെയും വലിയ പ്രസ്താവനകൾ നടത്താൻ നമുക്ക് പറ്റില്ല. അതാണ് നമ്മുടെ ഡിപ്ലോമസി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു.